അന്താരാഷ്ട്ര ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവർ സൃഷ്ടിക്കുന്ന വിടവ് നികത്തുവാനായി ഏതെല്ലാം താരങ്ങളായിരിക്കും അവതരിക്കുക എന്നത് കുറച്ച് കാലങ്ങളായുള്ള ചർച്ചയാണ്. മെസ്സി ക്രിസ്ത്യാനോ പോരാട്ടത്തിന് ശേഷം എംബാപ്പെ ഹാലൻഡ് പോരാട്ടമാകുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം നിറം മങ്ങിയ പ്രകടനങ്ങളാണ് ഇരു താരങ്ങളും നടത്തിയത്. ഇതിനിടെ ജൂഡ് ബെല്ലിംഗാം, ജമാൽ മുസിയാല, അർഡെ ഗുള്ളർ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങി ഒട്ടേറെ താരങ്ങളാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് രംഗത്ത് വന്നത്. അതിൽ അവസാന പേരുകാരിലൊന്ന് ബാഴ്സലോണയുടെ വണ്ടർ കിഡ് എന്നറിയപ്പെടുന്ന സ്പാനിഷ് താരം ലാമിൻ യമാലിൻ്റെതാണ്. യൂറോ 2024 16-കാരനായ യമാൽ മികച്ച പ്രകടനം തന്നെ സ്പെയിനിനായി പുറത്തെടുക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും മെസ്സിയുടെ പാതയിലേക്കാണ് തന്റെ വരവെന്ന് ആ 16-കാരന്റെ പ്രഖ്യാപനത്തിനാണ് ലോകം ഇന്ന് സാക്ഷിയായിരിക്കുന്നത്. സെമി ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ നേടിയ അത്ഭുത ഗോൾ നേട്ടത്തോടെ സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവിയും ലോക ഫുട്ബോളിനെ തന്നെ കാൽക്കീഴിലാക്കുന്ന താരവും താൻ തന്നെയാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യമാൽ. ഫ്രാൻസിനെതിരെ നേടിയ ഗോളോടെ യൂറോ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറാനും യമാലിനായി. നിലവിൽ 16 വർഷവും 362 ദിവസവുമാണ് യമാലിന്റെ പ്രായം. യമാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം 5 മാസം പ്രായമുള്ള യമാലിനെ കുളിപ്പിക്കുന്ന അർജന്റീന ഇതിഹാസ താരമായ ലയണൽ മെസ്സിയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 2007 ബാഴ്സലോണ താരമായിരുന്ന ലയണൽ മെസ്സി യൂണിസെഫ് നടത്തിയ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഷൂട്ടിലാണ് കുഞ്ഞു യമാലിന്റെ ഒപ്പം പ്രത്യക്ഷപ്പെട്ടത്. മിഷിഹയുടെ കരസ്പർശം ഏറ്റതിനു ശേഷം കുഞ്ഞു യമാലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നത് ചരിത്രം. മെസ്സിയുടെ വഴി തന്നെ പിന്തുടർന്ന് കുഞ്ഞു യമാലിനെ വിരിയിച്ചെടുത്തത് ലാമാസിയ എന്ന മെസ്സിക്ക് ജന്മം നൽകിയ ബാഴ്സലോണയുടെ ഫുട്ബോൾ അക്കാദമിയായിരുന്നു. മെസ്സിക്കൊപ്പം കളിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇരുവരും ബാഴ്സലോണ ക്ലബിന്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. മെസ്സിക്ക് ശേഷം ലാമാസിയയിൽ നിന്നും പുറത്തെത്തിയ പല താരങ്ങൾക്കും ബാഴ്സലോണയിൽ ആ മാജിക് ആവർത്തിക്കുവാൻ സാധിച്ചില്ലെങ്കിലും യമാലിന്റെ മുകളിൽ ഏറെ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തല്ലെന്ന് തെളിയിക്കുന്നതാണ് യൂറോ സെമി ഫൈനൽ മത്സരത്തിൽ യമാലിന്റെ കാലിൽ നിന്ന് വന്ന ആ മാന്ത്രിക ഗോൾ.